കൂത്തുപറമ്പിൽ ഭിന്നശേഷിക്കാരന്റെ തട്ടുകട അടിച്ചു തകർത്തതായി പരാതി. കിണവിക്കൽ മാവേരി സ്വദേശി അബ്ദുൾ റഷീദിന്റെ ഉടമസ്ഥതയിലുള്ള കടയാണ് അടിച്ചു തകർത്തത്. നാളെ ഉദ്ഘാടനം ചെയ്യാനിരിക്കെയായിരുന്നു അക്രമം. നമ്മുടെ കൂട്ടുകാരുടെ സഹായത്തോടുകൂടി ജീവിക്കാനുള്ള ഒരു മാർഗം എന്ന നിലയിലാണ് ഈ സംരംഭം തുടങ്ങിയത്. പാരിസ് കഫേ കാറ്ററിംഗ് സെൻ്റർ എന്നാണ് ഈ സ്ഥാപനത്തിൻ്റെ പേര്. ഇത് നാളെയായിരുന്നു ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത്. ഇന്നലെ വൈകുന്നേരം നമ്മുടെ സുഹൃത്തുക്കൾ അയൽപക്കത്തുള്ള കച്ചവടക്കാർക്ക് കൂടി നോമ്പ് സംഘടിപ്പിച്ചു. രാത്രി 1:30 മണിയാണ് ഇവിടുന്ന് പോകുമ്പോൾ ശേഷം 2 മണിക്ക് ഇവിടെ ഒരു വഴിയിൽ കൂടി നടന്നു വന്ന് ഇതിലേക്ക് കയറുകയും ആക്രമിക്കുകയും തകർക്കുകയും ചെയ്ത് തിരിച്ച് അതേ വഴിയിൽ തന്നെയാണ് പോയത്. പിന്നെ ഇവിടെ നഷ്ടപ്പെട്ടതാണെങ്കിൽ കിച്ചൺ എക്യുപ്മെൻറ്റ്സ് മൊത്തം തകർത്ത നിലയിലാണുള്ളത്. കിച്ചൻ്റെ സ്നാക്സ് റാക്കായാലും ബെഞ്ച്, ഡെസ്ക്, ഹട്ട്, അതുപോലെ തന്നെ റെഫ്രിജറേറ്റർ, മറ്റുള്ള മെഷീനറീസ്, വാട്ടർ ടാങ്ക് എല്ലാം തകർത്തിരിക്കും. അവരുടെ കയ്യിൽ ആക്രമിക്കാനുള്ള അല്ലെങ്കിൽ കൊടുവാട് പോലത്തെ ആയുധങ്ങളും കയ്യിലുണ്ടായിരുന്നതാണ് CCTV ദൃശ്യത്തിൽ നമുക്ക് കാണാൻ സാധിച്ചത്. എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ കൂടിയുള്ള ആളാണ്. ജന്മന അംഗവൈകല്യമുള്ള ആളാണ്. നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അല്പം സാമ്പത്തിക ശേഷി കുറഞ്ഞുകൊണ്ട് ഇപ്പോൾ ജീവിക്കാനുള്ള മാർഗ്ഗം ഇതായി ഉണ്ടായിരുന്നുള്ളൂ. കൂട്ടുകാരൊക്കെ സഹായിച്ച് ഷിയാബ്, സജേഷ് പോലത്തെ ആളുകളെ സഹായിച്ചിട്ടാണ് ഞാൻ ഈ സംരംഭം തുടങ്ങാൻ വന്നത്. ഇപ്പോൾ എല്ലാ പ്രതീക്ഷകളും ഏകദേശം അസ്തമിച്ച മട്ടാണ്. ഇനി ഇത് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ഇനിയും ദിവസങ്ങളെടുക്കും. അപ്പോൾ അവരുടെ അടുത്ത് വാങ്ങിയ കടങ്ങളൊക്കെ കിട്ടാനുള്ള പ്രയാസങ്ങളും ദിവസങ്ങളൊക്കെ ഉണ്ട്. എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് വരികയാണ്. നേരത്തെ പോലീസുകാരൊക്കെ വന്നു. പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസുകാരൊക്കെ വന്നിട്ടുണ്ട്. അവർ മുറിയെടുത്തിട്ടുണ്ട്, അന്വേഷണം നടത്തുന്നത്, പരിശോധന നടത്തുന്നുണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇരുകാലിനും സ്വാധീനമില്ലാത്ത റഷീദിന് സുഹൃത്തുക്കൾ ചേർന്ന് പണം സ്വരൂപിച്ചാണ് തട്ടുകട നിർമ്മിച്ചു നൽകിയത്. തുടർന്നാണ് കണ്ണൂർ കൂത്തുപറമ്പ് റോഡിൽ പാരിസ് കഫേ എന്ന പേരിൽ റഷീദ് തട്ടുകട ആരംഭിക്കുന്നത്. ഇന്ന് പുലർച്ചെ മുഖംമൂടി ധരിച്ചെത്തിയ ഒരാൾ കട അടിച്ചു തകർക്കുകയും കടയുടെ മേൽക്കൂര വലിച്ച് താഴേക്കിടുകയുമായിരുന്നു. റഷീദിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കൂത്തുപറമ്പ് പോലീസ് അന്വേഷണം ആരംഭിച്ചു. സമയം കറക്റ്റ് നോക്കി എന്റെ ക്യാമറ ഇത് കിട്ടു. എന്ത് കിട്ടു? അതാ ഇനിയൊന്നും കാണും. നിങ്ങളൊരു നഴ്സാണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിന് ലക്ഷങ്ങൾ മുടക്കണം? അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം യൂറോലീഗ് നൽകുമ്പോൾ. ഫ്രീ എഡ്യൂക്കേഷൻ, ഫ്രീ പേപ്പർ വർക്ക്, ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്. ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം, സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം. യൂറോലീഗ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി, കണ്ണൂർ, തൃശൂർ ആൻഡ് കൊല്ലം.